ഇവിടുത്തെ ഈ ട്രക്കുകൾക്ക് ഒരു റൂളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രക്കുകൾ സൈഡിൽ റൈറ്റ് ലൈനിൽ കൂടെ തന്നെ പോകണമെന്ന് റൂളുണ്ടേ. ഈ ലെഫ്റ്റ് ലൈനിൽ അവർ ഓടിക്കാൻ പാടില്ല. അവർ ഓടിക്കേണ്ട ഒരേ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്, അതൊരു റീസണാണ് ഇവന്മാരെല്ലാം സൈഡിൽ കൂടെ ഈ ലൈനിൽ കൂടെ പോകുന്നത്. അതൊരു ഇപ്പം നമ്മുടെ ചില സമയത്തൊക്കെ കുറച്ച് അഗ്രസീവ് ട്രക്കൊക്കെ കാണാം കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ അടുത്തോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് റോഡിലോട്ട് ട്രക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാൻ എന്നിട്ട് ഹോങ്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 99% ട്രക്കേഴ്സും ഭയങ്കരമായിട്ട് റൂളൊക്കെ ഫോളോ ചെയ്താണ് പോകുന്നത്. പിന്നെ നമ്മുടെ കുറേ ഇന്ത്യൻ ട്രക്കേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പഞ്ചാബികളൊക്കെ ട്രക്കുകൾ കുറേ പഞ്ചാബി ഡ്രൈവേഴ്സുണ്ട്. ഇപ്പം ചില ട്രക്കുകളുടെയൊക്കെ സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാലേ ഇപ്പം എന്താ പഞ്ചാബ് മോട്ടോഴ്സ് അങ്ങനെയൊക്കെ അവരുടെ അങ്ങനത്തെ ഇന്ത്യൻ പേരുകളൊക്കെ കാണാം ആ കമ്പനീൻ്റെ. ഇതുണ്ടല്ലോ ഈ സൈഡിൽ ഇഷ്ടംപോലെ ട്രക്കുകളുണ്ട്. ഇത് കണ്ടില്ല, ഏരിയ ഇപ്പം കണ്ടില്ല, മൊത്തം ഒരു ഡ്രൈ ആയി. സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു ബിഗ് 5 സ്പോർട്ടിംഗ് ഗുഡ്സിന്റെ ട്രക്കാണ് ഇപ്പോൾ. ഓ, അത് ചിലപ്പോ ഇല്ലേ ആ ഫ്രണ്ടിൽ കാണുന്ന ട്രക്കുണ്ട്, ചീറ്റോസ് എന്ന് പറഞ്ഞ ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്നേ, ചിലപ്പോൾ അത് ടെസ്ലയുടെ ട്രക്കായിരിക്കും. കാരണം അത് ഈ പെപ്സിന്റെ ഒരു കമ്പനിയാണ്. ഈ ടെസ്ലയുടെ ഇങ്ങനത്തെ വലിയ ട്രക്കുണ്ട്, സെമായി ട്രക്ക്. പക്ഷെ ഇത് കണ്ടിട്ട് അതല്ലാന്നാ തോന്നുന്നത്. അങ്ങനത്തെ ഈ ചീറ്റോസും ലെയ്സ് ഒക്കെ ഉണ്ട്. ലെയ്സിന്റെ ഒക്കെ ഇപ്പം ടെസ്ല ട്രക്സ് കുറെ ഇറങ്ങിയിട്ടുണ്ട്, സെമായി ട്രക്സ്. നമുക്ക് നോക്കി നോക്കി ഇതാണോ, അത് കണ്ടിട്ടല്ലാന്നാവുന്നേ. ഇതല്ല, ഇതൊരു വേറെ ഒരു സാധനം. ഓ, ഇതിപ്പോ നമ്മൾ എക്സിറ്റ് എടുക്കാൻ പോവാട്ടോ ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാർജിങ് സ്റ്റോപ്പാട്ടോ. ഇതിപ്പോ നമ്മൾ എക്സിറ്റിലോട്ട് നീങ്ങുവാണ്. ഇതിപ്പോ നമ്മൾ കുറേ നേരം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എത്രയാ, ഒരു മണിക്കോ അങ്ങനെ കണ്ടോ സ്റ്റാർട്ട് ചെയ്തത്, 12:45. അപ്പോൾ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 3 hour പ്ലസ് ഡ്രൈവിംഗ് ആയിരുന്നേ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്രത്യേക ഒരു സാധനം മാറി കണ്ടല്ലേ, പ്രീ കണ്ടീഷനിങ് ബാറ്ററി ഫോർ ഫാസ്റ്റ് ചാർജിങ്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിനായിട്ട് ബാറ്ററി ഇങ്ങനെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ട് കയറാൻ വേണ്ടിയായിരിക്കേ. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, തന്നെ നമ്മുടെ എക്സിറ്റ് എടുത്തു. അപ്പോൾ ഇതിനറിയാം സൂപ്പർ ചാർജർ എവിടെയാണേ. ഇവിടെ ഈ എക്സിറ്റിൽ വേറെ ഷോപ്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ ഞാൻ ഇവിടെ നിർത്തിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടട്ടെ. പിന്നെ ഇതെല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കുവേ. നമുക്കിവിടെ പ്രത്യേകിച്ച് ഈ സ്ഥലമൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ വലിയ, അൺലെസ് നമ്മൾ ഈ സ്ഥലമൊക്കെ എക്സാക്ട്ലി ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇവിടെയാണ് സൂപ്പർ ചാർജർ. ഇവിടെ കാണാം നമുക്ക് ഈ റൈറ്റ് സൈഡിലെ. അപ്പോൾ അങ്ങോട്ട് നമ്മളത് കറങ്ങി തിരിഞ്ഞെത്തും ഈ റൂട്ട്. അല്ല, ഇവിടെ എഴുതിക്കുന്നല്ലേ, ഇവിടെ ഫുഡ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ 24 hour റെസ്റ്റോറൻറ്റും അല്ല, അവിടെ ഹിന്ദിയിലൊക്കെ എഴുതിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്തെത്തുമ്പോൾ കാണിച്ചു തരാം. ഇതെന്നാ ഹിന്ദിയിൽ എന്നാ എഴുതിയിരിക്കുന്ന പോലും ആർക്കറിയാം. ഹിന്ദി അതെങ്ങനെ അങ്ങ് വായിക്കാൻ പറ്റാത്തൊരു ഹിന്ദി പോലെയുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് നമുക്ക് റൈറ്റ് നോക്കിയിട്ട് എടുക്കണം. കാരണം വേറെ ട്രക്കുകളൊക്കെ വരുന്നത് കണ്ടോ. കണ്ടില്ലേ എന്നാ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഓ, എന്നാ ട്രക്കാന്ന് നോക്കിയാൽ വരുന്നത്. ഓ, നമുക്ക് അത് പോയി കഴിഞ്ഞിട്ട് മിക്കവാറും ഇതങ്ങ് എടുക്കും. അല്ലേ, തന്നെ എടുക്കുന്നുണ്ടല്ലേ, അത് നോക്കിയിട്ട്. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, തന്നെ അത് കണ്ടില്ല. ഹിന്ദി കണ്ടില്ല, എന്തോ പഞ്ചാബി. ഓ, അത് പഞ്ചാബി കേട്ടോ എഴുതിക്കുന്നത്. അതാണ് എനിക്കത് വായിക്കാൻ പറ്റാതെ. എനിക്ക് നോർമൽ ഹിന്ദി അത്യാവശ്യം ഒരു എങ്ങനെയൊക്കെ വായിച്ചെടുക്കാം, പക്ഷെ അത് പഞ്ചാബിയാണ്. ഇത് കണ്ടില്ലേ, തന്നെ തിരിഞ്ഞ് ഇത് പോകുന്നുണ്ടോ തന്നെ. ഇതിപ്പോൾ എന്തോ ഒരു മോട്ടേല, അല്ല ഇത് ഡെനീസ് ആണ്, ഇത് റെസ്റ്റോറൻറ്റാ. അത് പുറകിൽ എന്താ മോട്ടേല. ഓ, കണ്ടില്ലേ, ഇതിപ്പോൾ ചാർജിങ് ഇവിടെയാണേ. ഇതാണ് നമ്മുടെ സൂപ്പർ ചാർജർ കണ്ടോ ഈ കാണുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്താം. നമുക്ക് ഇവിടെ തന്നെ നിർത്തിയേക്കാം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ചാർജിങ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ റിവേഴ്സ് ഇടുവാണേ. റിവേഴ്സ് കണ്ടില്ലേ, റിവേഴ്സ് തന്നെ വേണമെങ്കിൽ ഇടുമായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ അത്രയ്ക്കും നമുക്ക് ടൈം വെറുതെ കളയണ്ടല്ലോ. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇനി ഞാൻ പാർക്കിലോട്ടിട്ടു. ഇനി നമുക്ക് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഇത് കണ്ടില്ലേ, പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്നാ ചൂടാന്നറിയാവോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ സൂപ്പർ ചാർജർ. ഇതിൻ്റെ ചാർജറാണ് ഇതേ കാണുന്നത്. എന്നിട്ട് ഇതിലൊരു ബട്ടണുണ്ട്, ഇതങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കും. കണ്ടേ, ഇത് ഇത്ര കുത്തുന്നു. അപ്പോൾ ഇത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. അല്ല, ഭയങ്കര സൗണ്ടാണ്.
ഗൈസ് ഇത് നമ്മളിപ്പം ഫസ്റ്റ് ചാർജിങ് സ്റ്റോപ്പ് കഴിഞ്ഞു. നമ്മൾ എന്തായിരുന്നു ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ചാർജിങ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനിയിപ്പം 17 മൈൽസും കൂടെ നമ്മൾ ഈ ഹൈവേയിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നെക്സ്റ്റ് ഒരു ഹൈവേയിലോട്ട് കയറാം, സ്റ്റോക്ക് ഡെയിൽ ഹൈവേ എന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നൊരു ഇൻട്രസ്റ്റേറ്റ് ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു നോർമൽ റൂട്ടാണ്, അത് കണക്ട് ചെയ്യുന്നതാണ്. ഒരു ഈ റൂട്ട് 5 നിന്ന് നമ്മൾ റൂട്ട് 15 കയറണം ഇവഞ്ച്വലി. റൂട്ട് 15 എന്ന് പറയുന്നത് LA, ലോസ് ആഞ്ചലസ് ടു ലാസ് വേഗാസ് അങ്ങനെ അങ്ങ് പോവും ആ റൂട്ട്. അത് നോർത്തിലോട്ടാണ് ആ റൂട്ട് പോകുന്നത്. ഇപ്പം എനിക്കൊന്ന് യൂട്ട അങ്ങനെ പോകുന്ന റൂട്ടാണേ. എനിക്കൊന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം സാന്റിയാഗോ എന്നായിരിക്കും ഈ റൂട്ട് 15. അപ്പോൾ അത് മെയിൻ റൂട്ടാണ്, മെയിൻ LA ടു ലാസ് വേഗാസ് റൂട്ടിൽ വിടുന്ന ഒരു സെക്ഷനാണേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കോട്ട് വന്ന് പോയി കയറുവാണേ. നമ്മൾ ഇവിടുന്ന് ഈ റൂട്ട് 5 നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ബേക്കേഴ്സ് ഫീൽഡ് കൂടി നമ്മൾ ആ റൂട്ടിലോട്ട് പോയി കയറണം. പിന്നെ ആ റൂട്ട് 15 ആണ് നമ്മൾ ആ ഹില്ല് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം മൊഹാവേ ഡെസേർട്ട് എന്നൊക്കെ പറയും. മൊഹാവേ ഡെസേർട്ട്, ഡെത്ത് വാലി നാഷണൽ പാർക്കൊക്കെ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കുറേ വീഡിയോകളൊക്കെ ഉള്ളതാണ് ഡെത്ത് വാലി നാഷണൽ പാർക്കിനെയൊക്കെ പറ്റി. അവിടെ ഒരു വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ ഡെത്ത് വാലി. അവിടെ ഒരു തെർമോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി പാസ് ചെയ്യുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകും. അതൊരു വേറെ റൂട്ട് എടുത്ത് പോകണേ. അപ്പോൾ അവിടേക്ക് ഇപ്പം ടെമ്പറേച്ചർ എനിക്ക് ഞാൻ നോക്കിയിട്ടില്ലെന്ന്, എനിക്ക് തോന്നുന്നൊരു 50 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും സെൽഷ്യസിൽ. അറ്റ്ലീസ്റ്റ് 40 എങ്കിലും ഉണ്ടാവേ, കാരണം അവിടെ അത്രയ്ക്കും ഡ്രൈ ഡെസേർട്ട് ഏരിയ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പോകാൻ പോകുന്ന റൂട്ട്. ഇപ്പോൾ നമ്മൾ ഈ എക്സിറ്റ് എടുക്കും 50 മൈൽസ് കഴിയുമ്പം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റൂട്ട് 15 ലക്ഷ്യമാക്കി ഇങ്ങനെ പോകും. അത് നല്ലൊരു രസമുള്ള റൂട്ടാണ്. നമ്മൾ ഈ പോകുന്ന എക്സിറ്റ് എടുക്കുന്നതും ഒരു എയർഫോഴ്സ് ഒരു ബേസ് ഒക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്, എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ റീസെൻ്റ്ലി ഇപ്പം ഒരു ഇറാൻ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനന്ന് എയർഫോഴ്സ് ബോംബർ എയർക്രാഫ്റ്റ് ഒക്കെ പോയത് മിസോറിയിൽ നിന്നാണ്. അപ്പോൾ അതേ മിസോറിയിലുള്ളപ്പോൾ തന്നെ ഒരു ബിഗ് ഫെസിലിറ്റിയാണ് ഇവിടെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസ് എന്ന് പറഞ്ഞ്, എഡ്വേർഡ് AFB. ആ ഒരു എയർഫോഴ്സ് ബേസിന് വേറെ യുണീക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റൺവേ ഉള്ള ഒരു എയർപോർട്ടാണത്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ അല്ല. അവിടുത്തെ റൺവേ എന്ന് പറയുന്നത് പ്രെറ്റി ലോങ് ആണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ അതിന് കൂടുതൽ സ്റ്റാറ്റ്സ് ചെയ്യാൻ തരാം. അപ്പോൾ അതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഈ ഏരിയ ഡെസേർട്ടിന്റെ നടുവിലാണ് എയർഫോഴ്സ് ബേസ് ഒക്കെ. ഇത് നമ്മളിപ്പം റൂട്ട് 5 നമ്മൾ എക്സിറ്റ് എടുക്കും കേട്ടോ. LA റൂട്ടിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് സ്റ്റോക്ക് ഡെയിൽ ഹൈവേയിലോട്ട് കയറാൻ പോവാം. ഇതൊരു മെയിൻ റൂട്ടായതുകൊണ്ട് കണ്ടില്ലേ, ഇതൊരു എന്തെങ്കിലും ആൾക്കാർ എക്സിറ്റ് എടുക്കുന്നത് കണ്ടില്ലേ. എനിക്ക് നമ്മുടെ ഒരു സ്റ്റോപ്പാണ്, സിഗ്നലൊന്നുമില്ല, എന്നാലും കണ്ടില്ലേ എന്തേരം ആൾക്കാരാണ് ഈ എക്സിറ്റ് എടുക്കുന്നതെന്ന്. എനിക്ക് കുറേയൊക്കെ ഇങ്ങനെ ബേക്കേഴ്സ് ഫീൽഡും അവിടെയൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കുമേ. ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഈസ്റ്റിലോട്ട് പോകണം, ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മൾ ബേക്കേഴ്സ് ഫീൽഡ് ടെക്നിക്കലി ടച്ച് ചെയ്യുന്നില്ല, ബേക്കേഴ്സ് ഫീൽഡിൻ്റെ സൈഡിൽ കൂടെയാണ് എനിക്ക് പോകുന്നത്. നമുക്ക് നോക്കാം, അവിടെ എത്തുമ്പോൾ നമുക്ക് ബേക്കേഴ്സ് ഫീൽഡിൻ്റെ ഒരു ബൈപ്പാസ് എന്നോ ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ പോവാം. ആ ഒരു ഏരിയയൊക്കെ കണ്ടല്ലേ, ഇവിടെ നിന്ന് കണ്ടല്ലേ, അവിടെ നിന്ന് ബേക്കേഴ്സ് ഫീൽഡ് ലെഫ്റ്റിലോട്ടാണ്. ഈ റൂട്ട് തന്നെയാണ് കേട്ടോ, 19 മൈൽസ്. ബേക്കേഴ്സ് ഫീൽഡ് ഈ സെൻട്രൽ വാലിയിലെ ഒരു മെയിൻ ടൗൺ ആണ്. അത്യാവശ്യം കുറച്ച് വലിയൊരു സിറ്റിയാണ് ബേക്കേഴ്സ് ഫീൽഡ്. കുറേ മലയാളി ഫാമിലീസൊക്കെ ഉണ്ട് ബേക്കേഴ്സ് ഫീൽഡിൽ. എനിക്കാരും പരിചയമില്ല, എന്നാലിങ്ങനെ പൊതുവെ പറയുന്നേക്കാം കുറേ മലയാളി ഫാമിലീസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റൽസൊക്കെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണൽസാണ് കൂടുതൽ ബേക്കേഴ്സ് ഫീൽഡ് ഏരിയയിൽ. കാരണം നമുക്കിപ്പം ടെക് ജോബ്സ് ഒന്നും അവിടെ ബേക്കേഴ്സ് ഫീൽഡിലൊന്നും കമ്പനീസ് ഒന്നും ഇല്ലേ. ഇപ്പം ഇവിടെ കൂടുതൽ ഈ മെഡിക്കൽ റിലേറ്റഡാണ്. സ്റ്റില് നമ്മുടെ ലാൻഡ്സ്കേപ്പ് സിമിലർ ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ആ ഹിൽസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഹിൽസ് ഉണ്ട്. ആ ഹില്ല് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വേഗസിലോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂട്ടാണത്. കണ്ടില്ലേ, 58 ഈസ്റ്റ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. 58 ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലിഫോർണിയ റൂട്ടാണ്, കാലിഫോർണിയ 58, അല്ലാണ്ട് ഇൻട്രസ്റ്റേറ്റ് അല്ല. കണ്ടില്ലേ, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വണ്ടി വരാത്തപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. അതാണ് ഇങ്ങനെ ട്രാഫിക് ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നത്. ഇനി നമുക്ക് ബേക്കേഴ്സ് ഫീൽഡിലൊക്കെ എത്തുമ്പോൾ നമുക്ക് അടുത്ത ചെക്ക് ഇൻ ചെയ്യാം. ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് കണ്ടില്ലേ, റോഡൊന്നും അത്ര ഒരു സ്മൂത്ത് ഒന്നും അല്ല.
ഇതൊരു ശരിക്കും ഒരു സ്റ്റോപ്പാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് സൂപ്പർ ചാർജറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടം വരെ എത്തൂലായിരിക്കും നേരത്തെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിർത്താത്തെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് സൂപ്പർ ചാർജറൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ ഉള്ള ഗ്യാസ് സ്റ്റേഷനും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സൂപ്പർ ചാർജർ കുറച്ചുകൂടെ അപ്പുറത്താന്ന് തോന്നുന്നത്. ഹലോ ഗായ്സ്, നമ്മളിപ്പം ബേക്കേഴ്സ് ഫീൽഡ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ബേക്കേഴ്സ് ഫീൽഡ് ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞ പോലെ ബേക്കേഴ്സ് ഫീൽഡ് സെൻട്രൽ വാലിയിലെ ഒരു മെയിൻ സിറ്റിയാണ്. കണ്ടില്ലേ ഇപ്പം മാപ്പിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇവിടുത്തെ ബേക്കേഴ്സ് ഫീൽഡ് റെസിഡൻഷ്യൽ ഏരിയ ആണേ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ ഇവിടുത്തെ ഒരു വലിയ കിടലം വലിയ മാൻഷൻ രീതിയിലുള്ള വീടുകളൊക്കെ കണ്ടു. ബേക്കേഴ്സ് ഫീൽഡ് അത്യാവശ്യം നല്ലൊരു പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റി ആട്ടോ. മെയിൻ ഇതിന്റെ ഡൗൺ ടൗൺ ഏരിയ എന്ന് വെച്ചാൽ മെയിൻ സിറ്റി ഏരിയ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലേ, ഈ ബേക്കേഴ്സ് ഫീൽഡ് ഒരു വേറെ ഒരു യുണീക്ക് സംഭവം ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ റിഗുകളാണ്, ഓയിൽ വെല്ലുകൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഓയിൽ എടുക്കുന്ന ഒരു സംഭവമൊക്കെ കാണാം. ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ ഓയിൽ വെല്ലുകളുണ്ട് സൈഡിൽ കൂടെ, ഒരു ബ്ലാക്ക് കളറിൽ. അപ്പം നേരത്തെ പറഞ്ഞ കണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ കാലിഫോർണിയൻ്റെ ഈ സദൺ കാലിഫോർണിയയിലെ ഈ ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓയിൽ റിസർവ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ, ഭൂമിൻ്റെ അടിയിൽ. അപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർ ഭയങ്കര റിച്ചാണ് ഓയിൽ എന്നൊക്കെ ചെയ്തിട്ട്, ക്രൂഡ് ഓയിൽ എടുത്തിട്ട്. ക്രൂഡ് ഓയിലാണല്ലോ അടിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എന്താ അണ്ടർ വാട്ടർ ഓയിൽ എന്നൊക്കെ അത്രയ്ക്കൊന്നും ഡെപ്തിലല്ല, വലിയ കുഴപ്പമില്ലാത്തൊരു ഡെപ്തിൽ ഇവിടെ ഓയിൽ കിട്ടും. ഞാൻ നോക്കട്ടെ സൈഡിലെങ്ങാനും വല്ല റിഗ് കാണുന്നുണ്ടോന്ന്. ഇവരുടെ ചിലവരുടെയൊക്കെ വീടിൻ്റെ ഒക്കെ ബാക്ക് യാർഡിൽ കൂടെയൊക്കെ സാധനം ഉണ്ടെന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര കോമൺ ആണ് ഈ ബേക്കേഴ്സ് ഫീൽഡ് ഏരിയയിൽ. ഇവൻ നമ്മൾ റൂട്ട് 5 ഫർദർ ഇനിയിപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിലും കുറച്ചിങ്ങനെ റിഗുകൾ കാണാം നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ. ഇത് കണ്ടില്ല അവിടെ ഫ്രണ്ടിൽ കണ്ടില്ല വലിയൊരു മലയൊക്കെ ഉണ്ടോ. അപ്പോൾ ആ മലേൻ്റെ അപ്പുറത്താണ് നമ്മൾ വേഗസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്യും. നമ്മൾ കുറച്ച് കാലം എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സൂപ്പർ ചാർജർ 2 hours ആണ്. പക്ഷെ ഇപ്പോൾ ഹൈവേ ഒക്കെ കുറച്ചുകൂടെ സ്മൂത്തായി. നമ്മൾ ആ എക്സിറ്റ് എടുത്തിട്ടുള്ള ആ ഭാഗം ഒരു നോർമൽ സിഗ്നലൊക്കെ ഉള്ള റൂട്ടായിരുന്നേ. ഇപ്പോൾ ഇത് ഫ്രീവേ ആയി. എനിക്ക് തോന്നുന്നത് ബേക്കേഴ്സ് ഫീൽഡ് ഏരിയ ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല റോഡൊക്കെ ആയി. അവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഓയിൽ റിഫൈനറി ഏരിയാസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എടുക്കുന്ന ഓയിൽ മിക്കവാറും അത് പ്രോസസ്സൊക്കെ ചെയ്യാനുള്ള സംഭവമായിരിക്കുമേ. ഓയിൽ റിഫൈനറിയും ഓയിൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ബേക്കേഴ്സ് ഫീൽഡ്. ബേക്കേഴ്സ് ഫീൽഡ് കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ബേക്കേഴ്സ് ഫീൽഡ്. കണ്ടോ അവിടെയൊക്കെ കുറച്ച് കാണാം. ഇപ്പം റോഡിൻ്റെ ഡിവൈഡർ പറഞ്ഞാൽ അത്ര ക്ലിയർ അല്ല. കണ്ടല്ലേ ഓയിൽ സ്ട്രക്ചറൊക്കെ ഉണ്ട്, കുറേ റിഫൈനറീസും ട്രെയിനൊക്കെ അല്ലേ, പെട്രോളിയം കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ ഉണ്ടോ അവിടെ. കൊള്ളാം അല്ലേ, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നോർത്തിൽ നിന്ന്, നമ്മൾ നോർത്തേൺ കാലിഫോർണിയ ആയിരുന്നല്ലോ. ഇതിപ്പോൾ ഇല്ലേ, ഇത് ബേക്കേഴ്സ് ഫീൽഡിൻ്റെ ഒരു മെയിൻ ഹൈവേസ് ഒക്കെയാണ് ഈ മുകളിലൂടെ പോകുന്നത് കണ്ടല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് 19 ഈ മേളിൽ കൂടെ അല്ല കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റൂട്ട് 99 ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. റൂട്ട് 99 എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് I5 പാരലൽ. കണ്ട് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെയൊക്കെ പേരുണ്ട്. മൊഹാവേ, തെഹാചാപ്പി എന്നായിരിക്കും അത് വായിക്കുന്നത്. തേജ എന്നാണ് വായിക്കുക. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സ്പാനിഷ് പ്രൊനൗൺസിയേഷനിൽ ഈ ജെ എന്ന് പറയുന്ന ഹാ എന്നാണ് വായിക്കുക. അപ്പം നമ്മൾ ജോസ് എന്നൊക്കെ പറയുന്ന ഹൊസെ എന്നൊക്കെ പറയുന്ന പോലെ സാനോസെ. അപ്പോൾ തേഹാചാപ്പി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഭയങ്കര പെക്യൂലിയർ നെയിംസ് ആണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. മൊഹാവേ ഡെസേർട്ടൊക്കെ, മൊഹാവേ ഡെസേർട്ടൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ കുറച്ചും കൂടെ ഒരു സിറ്റി ലുക്കല്ലേ, ഫ്ലൈ ഓവേഴ്സും അത്രയും ഭയങ്കര വലിയ സിറ്റി ഒന്നും അല്ല, എന്നാലും ഇതിൻ്റെ ഒരു മെയിൻ ഹബ്ബാണ്. ഇതിപ്പോൾ നമ്മൾ ആ സിറ്റീൻ്റെ ഒരു ബൈപ്പാസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. വലിയ ട്രാഫിക് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒരു പോലീസ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ റൂട്ട് 58 ആണ്. ഇത് മൊഹാവേയിലോട്ട് പോകുന്ന റൂട്ടാണ്. മൊഹാവേന്ന് എഴുതുന്നത് മൊജാവേ എന്നാണ്. അപ്പം നമ്മൾ വായിക്കുന്നത് മൊഹാവേ എന്നാണ്. നമ്മൾ മൊഹീറ്റോ എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ ഈ കോക്ടെയിൽ ഉണ്ടല്ലോ മൊഹീറ്റോ, ആ ഒരു പ്രൊണൗൺസിയേഷനാണ് ഇതിനൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ഹൈവേ ആട്ടോ, കാരണം നല്ല 4 ലൈനോ 3 ലൈനോ 4 ലൈനൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്.
ഞാൻ വിചാരിച്ചായിരുന്നു ബേക്കേഴ്സ്ഫീൽഡിൽ അങ്ങനെ എത്തുമ്പോൾ ചിലപ്പം ട്രാഫിക്കോ അങ്ങനെ ഇവിടുത്തെ ഓഫീസ് അവേഴ്സോ അങ്ങനെ കിട്ടുമെന്ന്. പക്ഷെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ ഓക്കെ ഇപ്പോൾ ഒരു ചേഞ്ച് നടന്നേ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവർ നെക്സ്റ്റ് സൂപ്പർ ചാർജർ ഏതോ എർമോയോ അങ്ങനെ കണ്ട പറഞ്ഞ സ്ഥലത്തായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഡിറ്റക്ട് ചെയ്തു നമ്മൾ അവിടെ എത്താൻ ചാർജ് അത്ര ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇവർ മൊഹാവേയിലെ ഒരു സൂപ്പർ ചാർജർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് 1 hour കഴിയുമ്പോൾ. അപ്പോൾ ഒരു കണക്കിന് നല്ലതാണ്, നമുക്കൊരു 1 hour കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കൊടുക്കാം, മൊഹാവെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ശരി ഗൈസ്, ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോവാണ് നമ്മൾ. മൊഹാവെ നേരെ കാണുന്നതായിരിക്കാം, മൊഹാവെ ഏരിയ ഒക്കെ കേട്ടോ, അപ്പുറത്ത് കാണുന്നത്.